എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഭാഗം 3 എപ്പിസോഡ് 52. മെസൊപ്പൊട്ടാമിയയിലും ഈജിപ്തിലും മധ്യധരണിക്കടലിലുമുള്ള ക്രീത്ത് എന്ന ദ്വീപിലുമാണ് ആദിമ സംസ്കാരങ്ങൾ ആരംഭിച്ച് അഭിവൃദ്ധി പ്രാപിച്ചത് എന്ന് നാം കണ്ടുവല്ലോ. ഏകദേശം ഈ കാലത്തു തന്നെ ചൈനയിലും ഇന്ത്യയിലും ഓരോ പ്രത്യേക തരത്തിൽ മഹത്തായ സംസ്കാരങ്ങൾ ഉത്ഭവിക്കുകയും പുഷ്ടിക്കപ്പെടുകയും ചെയ്തു. മറ്റു സ്ഥലങ്ങളിൽ എന്ന പോലെ ചൈനയിലും വലിയ നദികളുടെ തടങ്ങളിലാണ് ജനങ്ങൾ വാസമുറപ്പിച്ചത്. മംഗോളിയർ എന്ന് വിളിക്കപ്പെട്ടവർ ഇവരാണ്. അവർ ആദ്യം ഓടുകൊണ്ടും പിന്നെ ഇരുമ്പ് കൊണ്ടും വളരെ ഭംഗിയുള്ള പാത്രങ്ങൾ ഉണ്ടാക്കി. അവർ തോടുകളും വിശേഷപ്പെട്ട കെട്ടിടങ്ങളും ഉണ്ടാക്കി. ഒരു പുതിയ രീതിയിലുള്ള എഴുത്തും അവർ കണ്ടുപിടിച്ചു. ഇതിൻ്റെ സമ്പ്രദായം ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു മുതലായവ എഴുതുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഇത് ഒരുമാതിരി വിചിത്ര ലിപിയായിരുന്നു. ഓരോ വാക്കിനും ചിലപ്പോൾ ഓരോ ചെറിയ വാക്യത്തിലും തന്നെയും ഓരോ ചിത്രമാണ് എഴുതിയിരുന്നത്. പ്രാചീന ഈജിപ്തിലും ക്രീത്തിലും ബാബിലോണിയയിലും ചിത്രലിപികൾ ഇതേ കാലത്ത് നടപ്പുണ്ടായിരുന്നു. ഇതിന് ഇപ്പോൾ ഹീറോഗ്ലിഫിക് എഴുത്ത് അഥവാ ഹീറോഗ്ലിഫിക് റൈറ്റിംഗ് എന്നാണ് പറഞ്ഞു വരുന്നത്. കാഴ്ച ബംഗ്ലാവുകളിലുള്ള ചില പുസ്തകങ്ങളിൽ നീ ഈ എഴുത്ത് കണ്ടിരിക്കണം. ഈജിപ്തിലും പാശ്ചാത്യ ദേശങ്ങളിലും ഈ എഴുത്ത് ഇപ്പോൾ പഴയ കെട്ടിടങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ എഴുത്ത് അവിടെ നടപ്പിൽ ഇല്ലാതെയായിട്ടും വളരെ കാലമായി. എന്നാൽ ചൈനയിലും ഇപ്പോൾ എഴുതുന്നത് ഒരുമാതിരി ചിത്രരൂപമാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇടത്തുനിന്ന് വലത്തോട്ടും ഉറുദുവിൽ വലത്തുനിന്ന് ഇടത്തോട്ടും എഴുതുന്നത് പോലെയല്ല ഇവർ എഴുതുന്നത്. ഇവർ മുകളിൽ നിന്ന് ചുവട്ടിലേക്കാണ് എഴുതുന്നത്. ഇന്ത്യയിൽ ഏറ്റവും പ്രാചീനങ്ങളായ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോഴും മണ്ണിനടിയിലായിരിക്കാം കിടക്കുന്നത്. ആരെങ്കിലും കുഴിച്ചു നോക്കി കണ്ടെത്തുന്നതു വരെ അവ മറഞ്ഞു കിടക്കും. എന്നാൽ ഉത്തരേന്ത്യയിൽ വളരെ പ്രാചീനങ്ങളായ ചില അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ കാലം മുമ്പ് ആര്യന്മാർ ഇന്ത്യയിൽ വരുന്നതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ ദ്രാവിഡർ വസിച്ചിരുന്നു എന്നും ഇവർ വളരെ പരിഷ്കൃതരായിരുന്നു എന്നും നമുക്ക് അറിവുള്ള സംഗതിയാണ്. അവർ അന്യരാജ്യങ്ങളുമായി വാണിജ്യം നടത്തിയിരുന്നു. അവർ മെസൊപ്പൊട്ടാമിയയിലേക്കും ഈജിപ്തിലേക്കും ചരക്കുകൾ അയച്ചിരുന്നു. വിശേഷിച്ച് അരിയും സുഗന്ധദ്രവ്യങ്ങളും വീട്ടുപണിക്കുള്ള തേക്ക് തടികളും ഇവർ കടൽ മാർഗം അയച്ചിരുന്നു. മെസൊപ്പൊട്ടാമിയയിൽ യൂർ എന്ന നഗരത്തിൽ ചില പ്രാചീന ഹെർമ്യങ്ങൾ ദക്ഷിണേന്ത്യയിൽ നിന്നും കൊണ്ടുപോയ തേക്ക് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവയാണത്രേ. ഇന്ത്യയിൽ നിന്നും സ്വർണം, മുത്ത്, ദന്തം, മയിലുകൾ, കുരങ്ങുകൾ എന്നിവ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാലത്ത് ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായി വളരെയധികം വാണിജ്യം നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനങ്ങൾ പരിഷ്കാരം ഉണ്ടെങ്കിലും മാത്രമേ ഇങ്ങനെ കച്ചവടം നടക്കുകയുള്ളൂ. ഇന്ത്യയിലും ചൈനയിലും ആ കാലത്ത് സ്വയംഭരണമുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളിലും അന്ന് ഏകച്ഛാധിപതികൾ ഉണ്ടായിരുന്നില്ല. ഓരോ ചെറിയ പട്ടണവും അതിനോടും ചേർന്ന ഏതാനും ഗ്രാമങ്ങളും വയലുകളും ഓരോ പ്രത്യേക ഭരണാധിപർ. ആ പഴയ കാലത്ത് തന്നെ അവർ മിക്കതിലും പ്രാദേശിക ഭരണമുണ്ടായിരുന്നു. രാജാക്കന്മാർ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളുടെ ഒരു പഞ്ചായത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവയിൽ ചിലത് രാജാക്കന്മാർ ഭരിച്ചിരുന്നവയായിരുന്നു.
നഗരരാജ്യങ്ങൾ വേറെ വേറെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ തമ്മിൽ ചിലപ്പോൾ സഹകരിച്ചിരുന്നു. അതായത് അവർ അന്യോന്യം സഹായിച്ചിരുന്നു. ഒരു വലിയ രാജ്യം അനവധി ചെറു രാജ്യങ്ങളുടെ നായകത്വം വഹിച്ചിരുന്നു. ചൈനയിൽ അധികം താമസിയാതെ ഈ ചെറു രാജ്യങ്ങളുടെ സ്ഥാനത്തൊരു വലിയ രാജ്യം, ഒരു സാമ്രാജ്യം ഉണ്ടായിത്തീർന്നു. ഈ സാമ്രാജ്യത്തിന്റെ കാലത്താണ് ചൈന മഹാപ്രാകാരം പണിയിക്കപ്പെട്ടത്. ഈ മഹാപ്രാകാരത്തെ പറ്റിയും അതിന്റെ അസാധാരണ വലുപ്പത്തെ പറ്റിയും നീ വായിച്ചിട്ടുണ്ടല്ലോ. സമുദ്രത്തിൽ നിന്ന് ഉത്തരഭാഗത്തേക്കുള്ള ഉയർന്ന പർവ്വതങ്ങൾ വരെ ഇങ്ങനെ ഒരു ഭിത്തിയിൽ കെട്ടിയതാണ്. മറ്റു മംഗോളിയ വർഗ്ഗക്കാർ ചൈനയിൽ പ്രവേശിക്കുന്നതിനെ തടയാനാണ്. ഈ ഭിത്തിക്ക് 1500 നാഴിക നീളവും 20 മുതൽ 30 വരെ അടി ഉയരവും 25 അടി വീതിയുമുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കോട്ടകളും ഉന്നതങ്ങളായ ഗോപുരങ്ങളും ഉണ്ട്. ഇന്ത്യയിൽ ഈ മാതിരി ഒരു ഭിത്തി കെട്ടുകയാണെങ്കിൽ അതിന്റെ നീളം വടക്ക് ലാഹോർ മുതൽ തെക്കു മദ്രാശി വരെയുണ്ടാകും. ഈ മഹാപ്രാകാരം ഇപ്പോഴുമുണ്ട്. ചൈനയിൽ പോകുമ്പോൾ അത് നിനക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.